ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കിയതു മുതൽ നേരിട്ട് വന്നിരുന്ന നയതന്ത്ര പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഇന്ത്യയെ വെട്ടിലാക്കി ബംഗ്ലാദേശിലെ രാജ്യാന്തര കുറ്റവിചാരണ ട്രൈബ്യൂണലിന്റെ വധശിക്ഷ വിധിയെത്തുന്നത്. ഹസീനയെ കൈമാറണമെന്ന ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതുണ്ടാകില്ലെന്നാണ് സൂചന. ഇന്ത്യക്ക് പുതിയ ബംഗ്ലാദേശുമായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹമുണ്ടെങ്കിലും ഹസീനയെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക സാധ്യമല്ലെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ഹസീനയെ തിരിച്ചയക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണെന്നും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് നീതിയെ അവഗണിക്കുന്ന പ്രവൃത്തിയാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. എന്നാൽ ഹസീനയുടെ കേസിനെ ഇന്ത്യ രാഷ്ട്രീയ പ്രതികാരമായാണ് കാണുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് ഭരിക്കുന്നതെന്നും വിമർശനങ്ങളുണ്ട്. നവംബർ 17-ന് വിധി വന്നതിന് പിന്നാലെ ബംഗ്ലാദേശ് ഇന്ത്യക്കൊരു നയതന്ത്ര കുറിപ്പ് കൈമാറിയിരുന്നു. യൂനുസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഖലീൽ റഹ്മാൻ നവംബർ 18-ന് ഡൽഹിയിലെത്തി. എന്നാൽ നോട്ട് വെർബൽ സ്വീകരിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഹസീന ഇന്ത്യയുടെ ദീർഘകാല സുഹൃത്താണ്. അവരെ കൈമാറിയാൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് നിയമസാധുത ലഭിക്കുമെന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. ഹസീനയുടെ പേരിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോൾ മരവിച്ച അവസ്ഥയിലാണ്. ഹസീനയുടെ കാലത്ത് സമ്പന്നമായിരുന്ന സാമ്പത്തിക സുരക്ഷാ രാഷ്ട്രീയ ബന്ധം ഇപ്പോൾ അവിശ്വാസത്തിൻ്റെതായി മാറിയിരിക്കുന്നു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് പുതിയൊരു തുടക്കമാകുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ ഹസീനയെയും അവാമി ലീഗിനെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ യൂനുസ് സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ ഭിന്നതകൾ രൂക്ഷമാക്കിയേക്കും.